ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാവോ ബണ്ണാണ്. ഒരുവിധം ഇപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മളെ ബേക്കറിയിൽ നിന്നെല്ലാം കിട്ടുന്ന സാൻഡ്വിച്ച് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ബേക്കറി കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദക്ക് ഏകദേശം ഒരു 6-7 ബാവണ്ണോളം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈസ്റ്റ് ഒന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ട്. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല. ഇനി ആ പൊടികളെല്ലാം കൂടി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് വെള്ളത്തിലല്ല കുഴച്ചെടുക്കുന്നത്, ഇളം ചൂടുള്ള പാലിലാണ്. അപ്പോൾ ഒരു ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എന്നാണെങ്കിൽ നിങ്ങളത് കുറച്ച് നേരം പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അറിയാലോ ഈസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതാണ്. ഞാൻ 1 കപ്പ് പാലാണ് എടുത്ത് വെച്ചത്. ഞാൻ ഫസ്റ്റ് 1/2 കപ്പ് ഒഴിച്ചു, അപ്പോൾ അത് റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്കിയും കൂടി ഒഴിച്ചത്. ഇപ്പോൾ ഏകദേശം 1 കപ്പ് പാൽ കറക്റ്റ് വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായി കുഴച്ചെടുക്കാൻ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ അല്ല കേട്ടോ. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിക്കല്ലേ കുഴച്ചെടുക്കുക. ഇത് കുറച്ചൊരു ലൂസിന് വേണം കുഴച്ചെടുക്കാൻ. അധികം കട്ടിയും അധികം ലൂസല്ലാത്ത രീതിയിൽ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ഒലീവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ പൊടി കുഴക്കുന്ന സമയത്ത് 1 ടീസ്പൂണോളം ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താലും മതി. വെളിച്ചെണ്ണയൊന്നും എടുത്ത് ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ അതിനെല്ലാം ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് ഓയിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം തന്നെ സോയാ സോസും കൂടിയും ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതും 1/2 മണിക്കൂർ മിനിമം എങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 മണിക്കൂറിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ എല്ലോട് കൂടിയുള്ള ചിക്കൻ പീസ് എടുക്കാത്തതാണ് നല്ലത്. ഇതുപോലെ ഈ ഒരു സൈസിന് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബന്നിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ ഒരു പാനിലേക്ക് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇവിടെ 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലോണം കോട്ടായിട്ട് കിട്ടിയിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയായിട്ട് ഉണ്ടാവും അത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരുപാട് നേരം ഇട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും. കാരണം ഇത് എല്ലാം ഇല്ലാത്ത വെറും ബ്രസ്റ്റ് പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്താൽ നമ്മുടെ മസാല കഴിക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കൻ ഭയങ്കര ഹാർഡായ പോലെ ഉണ്ടാവും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് നേരം ഓയിലിട്ടിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ബ്രസ്റ്റ് പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എല്ലോട് കൂടിയുള്ള ചിക്കൻ പീസസ് നിങ്ങൾ എടുക്കരുത്. ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് എല്ലോട് കൂടിയുള്ള ചിക്കൻ പീസസ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ മീറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങളത് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മസാല കിട്ടും. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ 2 ഭാഗവും നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതിനി ഓയിലിൽ നിന്ന് കോരുകയാണ്. അധികം ഇട്ടിട്ട് അങ്ങ് ഹാർഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല സോഫ്റ്റ് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലോ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി വേവാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാനും പാടില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാനിതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പാനിൽ. അതിലേക്ക് ഞാനൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കട്ട് ചെയ്യുന്ന രീതിയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക. ഇത് ഞാനൊരു അതായത് മസാല ഫില്ല് ചെയ്താൽ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഈ മസാല തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
സവാളയും ക്യാരറ്റെല്ലാം നന്നായി അങ്ങ് വയന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഓയിലിലേക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ ഓയിലിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മസാല ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അതായത് പൊടീൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ലാസ്റ്റ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ഏത് മസാലയിൽ ക്യാപ്സിക്കം ഇടുന്നുണ്ടെങ്കിലും നമ്മൾ ഓവർ കുക്ക് ചെയ്തിട്ട് ക്യാപ്സിക്കം എടുക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. അപ്പോൾ ഞാനിത് ലാസ്റ്റ് അതുകൊണ്ടാണ് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തത്. എല്ലാ വീഡിയോസിലും ഞാനിത് പറയാറുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഫ്ലെയിം ഉള്ളത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ വേണമെങ്കിൽ 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതോടുകൂടി നമ്മുടെ മസാല ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നന്നായി പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടി നമ്മുടെ കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് 2 ഈക്വൽ പീസസ് ആക്കി മാറ്റിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് 2 ഈക്വൽ പീസസ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്, നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ കുറച്ച് പൊടി വിതറിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടണമെന്നൊന്നുമില്ല. നമ്മളിത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഈ ബോട്ടിലിൻ്റെ ടോപ്പോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊന്ന് മുറിച്ചെടുക്കുന്നത്. അതായത് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പരത്തുന്ന ഇത് നല്ല ഷേപ്പാക്കിയിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊരു ബോട്ടിലിൻ്റെ ടോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ കുക്കി കട്ടർ ഇല്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു കനത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല തിന്നായിട്ട് പരത്താൻ പാടില്ല, കുറച്ച് തിക്കായിട്ട് പരത്തണം. അതിന് ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവനും നമുക്ക് പരത്തി ഇതേപോലെ മാറ്റിയെടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് മടക്കിയിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് കുറച്ച് ബട്ടറും കൂടിയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഓരോന്നെടുത്തതിന് ശേഷം ഇതേപോലെ മടക്കി ജസ്റ്റ് തീരെ ഫോഴ്സ് കൊടുക്കാണ്ട് ഒന്ന് പരത്തിയെടുത്ത് മാറ്റി വെക്കണം. ഇതേപോലെ ഇങ്ങനെ തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ പീസസും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി ഇതുപോലെ മടക്കി ജസ്റ്റ് ഫോഴ്സ് ഇല്ലാണ്ട് ഒന്ന് പരത്തി മാറ്റി വെക്കുക. ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ മാവും എടുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 10 മിനിറ്റ് മാറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ബണ്ണും ഇതിൻ്റെ മേലെ വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ മസാലയും ബണ്ണെല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മയോണൈസും കുറച്ച് കെച്ചപ്പും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിസ്സ സോസ് യൂസ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സോസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി ഓരോ ബണ്ണും എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലയിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. മസാല ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3-4 ചിക്കൻ പീസസ് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ക്യാപ്സിക്കം സവാള മസാല വെച്ച് കൊടുക്കണ്ടു. ചിക്കൻ 3 പീസസ് എങ്കിലും വെച്ചാലാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ബ്രസ്റ്റ് പീസ് തന്നെ എടുക്കണമെന്നും അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മീഡിയം സൈസ് ഉള്ളത്. അപ്പോൾ ഞാനിത് മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ബണ്ണിൽ നമ്മൾ മസാല ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബന്നും ഞാനിവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ടേസ്റ്റാണ്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.